ലൈസ അഹദും മിനൽ ഖലായിഖ് യഖൂമു ദാലികൽ മഖാം. അല്ലാഹു പരലോകത്ത് ഖിയാമത്തിന്റെ ദിവസം അർശിന്റെ വലതുഭാഗത്ത് എന്നെ ഇരുത്തും. സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ആ പദവിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇന്നലി അസ്മാഉൻ, എനിക്ക് ചില പേരുകൾ അല്ലാഹു പ്രത്യേകമായി നൽകി. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വ അന അഹ്മദുൻ, ഞാൻ അഹ്മദുമാണ്. വ അനൽ മാഹില്ലദീ യംഹുല്ലാഹു ബിഹിൽ കുഫ്ർ, സത്യനിഷേധത്തെ നീക്കിക്കളയുന്ന, അതിനെ നിർമാർജനം ചെയ്യുന്നവനുമാണ് ഞാൻ. വ അനൽ ഹാശിർ, ഞാൻ ജനങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നവനാണ്. അല്ലദീ യുഹ്ശറുന്നാസു അലാ ഖദമൈ, എന്റെ കാൽക്കലാണ് മഹ്ശറയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വഅനൽ ആഖിബ്, ഞാൻ അന്ത്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലദീ ലൈസ ബഅദഹു നബിയ്യുൻ, എനിക്ക് ശേഷം ഒരു നബിയില്ലാത്ത വിധം ഞാൻ അന്തിമത്വവുമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. വകാന ഇദാ ഗളിബ അഹ്മറ വജ്ഹുഹു, അന്യായം കാണുമ്പോൾ പരിശുദ്ധ റസൂലിന്റെ മുഖത്ത് രോഷം വരും. അങ്ങനെ രോഷം വരുമ്പോ അഹ്മറ വജ്ഹുഹു, അവിടുത്തെ മുഖം ചുവന്ന് തുടുത്തു പോകുമായിരുന്നു. ഹത്താ കഅന്നമാ ഫഖിഅ ഫീ വജ്നതൈഹി ഹബ്ബുർ റുമ്മാൻ, റുമ്മാൻ പഴത്തിന്റെ ഓരോ മണിയും ചുവന്ന് തുടുക്കുമ്പോഴുള്ള മനോഹരമായ വർണ്ണം പോലെ പുണ്യ റസൂലിന്റെ കവിൾ തടങ്ങൾ അന്യായം കാണുമ്പോഴുള്ള രോഷത്തിൽ ചുവന്ന് തുടുക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൽ ഊലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആദ്യത്തെ നിസ്കാരം നിസ്കരിച്ചു. ഐ അൽ ഫജ്ർ, അതായത് ഫജ്ർ നിസ്കരിച്ചു. അവിൽ ളുഹർ, അല്ലെങ്കിൽ ളുഹറാവാം. ആ ഹദീസ് അറിയിക്കുന്ന സഹാബി സംശയം ഉണ്ടായിട്ട് പറയാണ്, ഫജ്റോ ളുഹറോ രണ്ടാലൊന്ന് പരിശുദ്ധ റസൂലിനോടൊപ്പം നിസ്കരിച്ചു. സുമ്മ ഖറജ ഇലാ അഹ്ലിഹി, എന്നിട്ട് പരിശുദ്ധ റസൂൽ കുടുംബത്തിലേക്ക് പുറപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖറജ്തു മഅഹു, ഞാനും നബിയോടൊപ്പം പുറപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്തഖ്ബലഹു വലദാൻ, അപ്പോഴുണ്ട് രണ്ട് കുട്ടികൾ നബിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅല യംസഹു ഖദ്ദൈ അഹദിഹിം വാഹിദൻ വഅഹദാ, അല്ലാഹുവിന്റെ റസൂൽ ഓരോ കുഞ്ഞിന്റെയും കവിൾ തലോടാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലൊരു കുട്ടി പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറുപ്പക്കാരൻ കുട്ടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഇങ്ങനെ മുട്ടിയിരുന്നിട്ട് നബിയെ ഉമ്മ വെക്കാൻ തുടങ്ങി. നബിയുടെ കാലുകൾ ചുംബിക്കാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം സ്നേഹം സ്നേഹം, സ്നേഹക്കടലേ പരിശുദ്ധ റസൂൽ. ലോകത്തൊരു നേതാവിനെയും ഇത്രയേറെ അനുയായികൾ സ്നേഹിച്ചിട്ടില്ല എന്ന് ലോക ചരിത്രം രേഖപ്പെടുത്തി. എന്തും ചെയ്യോ റസൂൽ ചോദിച്ചു, എന്തും ചെയ്യും. ബാപ്പാനെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞ് ഈ കുട്ടി. ബാപ്പ മുശ്രിക്കാണ്, വിശ്വസിച്ചിട്ടില്ല. ഓ എന്നാന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി ഉടനെ പുറപ്പെട്ടു. റസൂലുള്ള ഉടനെ പിന്നാലെ പോയിട്ട് പറഞ്ഞു, മോനെ വാ, ഞാനൊരിക്കലും ബന്ധം മുറിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഫഇന്നീ ലം ഉബ്അസ് ബിഖതീഅത്തി റഹം, ഞാൻ ബന്ധം മുറിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഈ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അസുഖം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടിയെ സന്ദർശിക്കാൻ വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, ബന്ധുക്കളോട് കുറച്ചിങ്ങോട്ട് നടന്നു വന്നിട്ട് വൈന്ന് പറഞ്ഞു, ഞാൻ കുട്ടിയിൽ മരണമല്ലാതെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അറിയിക്കണം. പക്ഷേ ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, റസൂലുള്ളാഹിനെ അറിയിക്കരുത് എന്ന് പറഞ്ഞു, ഞാൻ മരിച്ചാൽ. കാരണം റസൂൽ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ യഹൂദികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് ചോദിച്ചു ഈ കുട്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഫിനൂനി, കുട്ടി പറഞ്ഞു, എന്നെ ഖബറടക്കണം. വഅൽഹിഖൂനി ബിറബ്ബി, എൻ്റെ റബ്ബിനോട് എന്നെ ചേർക്കണം. വലാ തദ്ഉ റസൂലല്ലാഹ്, റസൂലിനെ വിളിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു ആ കാലം. വിഷം കൊടുത്ത് കൊല്ലുക, വഴിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, വലിയ ശത്രുതൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ കാലഘട്ടമാണ്. ഈ കുട്ടിക്ക് റസൂലുള്ള വന്നിട്ട് എൻ്റെ ജനാസ സംസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുള്ളതിനേക്കാൾ കുട്ടി ചിന്തിക്കുന്നത് റസൂലുള്ളാഹിക്ക് വരുന്ന വഴിയിൽ വല്ല ഉപദ്രവം വരെ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നു.
വന്നിട്ട് ചോദിച്ചു, കുട്ടിയുടെ ഖബർ ചോദിച്ചു. ഖബറിങ്ങ പോയി റസൂലുള്ള ഖബറിങ്ങ നിസ്കരിച്ചു. അപ്പോൾ റസൂൽ പറയാണ്, അല്ലാഹുമ്മ അൽഖി തൽഹ, തൽഹ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അള്ളാഹുവേ തൽഹയെ നിന്നോട് ചേർക്ക്, തൽഹഖു ഇലൈ, നീ അവനോട് ചിരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നോട് ചേർക്ക്, സല്ലല്ലാഹു അലൈഹി വസല്ലം. വയദ്ഹഖു ഇലൈക്, അവൻ നിന്നോടും ചിരിച്ചുകൊണ്ടിരിക്കണ മാതിരി അള്ളാഹുവേ നീ തൽഹയോട് ചിരിക്കുക, തൽഹ നിന്നോടും ചിരിക്കുന്ന രീതിയിൽ. റസൂൽ പറഞ്ഞ അങ്ങനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ചിരിച്ചോണ്ട് അവനെ സ്വീകരിച്ചു, അവൻ അള്ളാഹുവിനോടും ചിരിച്ചു എന്ന് വിശ്വസിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അത് പുണ്യ റസൂലിന്റെ പ്രാർത്ഥനയാണ്. മെഹ്റാജിന്റെ രാത്രി ബുറാഖ് എന്ന വാഹനത്തിൽ പരിശുദ്ധ റസൂല് കയറാൻ പോകുമ്പോൾ ജിബ്രീൽ ബുറാഖിനോട് പറയുകയാണ്, ഈ വലിയ വ്യക്തിത്വത്തെക്കാൾ ബഹുമതിയുള്ള ഒരു വ്യക്തിത്വവും നിന്റെ മേലിന്നോളം കയറിയിട്ടില്ല ബുറാഖ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. എത്ര ഉന്നതമായ പദവിയാണ്, എത്ര മഹത്വപൂരിതമായ സ്ഥാനമാണ്. അതോർക്ക നമ്മൾ. അതിൽ നമ്മളെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും, അതിൽ നമ്മളെ രോഗങ്ങൾ സുഖപ്പെടും, അതിൽ നമ്മളെ ആദികളൊക്കെ തീരും. ഒരു സംശയവും വേണ്ട. എല്ലാം പരിഹരിക്കുന്ന ഒരേ ഒരു മരുന്നേ ഉള്ളൂ, അത് മഹബ്ബത്തുർ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഉഷ്ണങ്ങളുണ്ടല്ലേ, നമ്മുടെ നെഞ്ചിൽ മുഴുവൻ. പുറത്ത് ചിരിക്കുന്ന എത്ര ആളുകളുടെ അകത്ത് എന്തൊക്കെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പുറത്തേക്ക് പറയുന്നത്, പറയാൻ പറ്റാത്തത്. എല്ലാ വിഷമങ്ങളും തണുപ്പാക്കുന്ന, എല്ലാ ഉഷ്ണങ്ങളും ശൈത്യമാക്കുന്ന അത്ഭുതകരമായ രസതന്ത്രമേ പരിശുദ്ധ റസൂലിൻ്റെ സ്നേഹം സല്ലല്ലാഹു അലാ മുഹമ്മദ്.